നാറ്റോ സഖ്യത്തിൽ അംഗത്വം ചേർത്താൽ ഉക്രൈനുമായിട്ടുള്ള റഷ്യയുടെ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ ദിവസമാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് യുദ്ധം കഠിനമാകുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ യുദ്ധവിരാമത്തിനുള്ള ചില പോംവഴികൾ ഞാൻ തന്നെ മുന്നോട്ട് വെക്കാം എന്ന തരത്തിലാണ് സെലൻസ്കി ഈ വിഷയം വളരെ ഗൌരവപരമായി തന്നെ പറഞ്ഞത്. അന്താരാഷ്ട്ര മേഖല വലിയ ചർച്ച വന്നിരിക്കുന്ന ഒരു വിഷയമാണ്. യുദ്ധവിരാമത്തിന് വേണ്ടി യുദ്ധം തുടങ്ങിയതിനു ശേഷം ആദ്യമായിട്ട് ഉക്രൈന്റെ പ്രസിഡന്റ് തന്നെ നിലപാടെടുത്തിരിക്കുന്നു എന്ന തരത്തിൽ. ഇത് എത്രത്തോളം ഗുണപരമായി ഭവിക്കും എന്നതിനെക്കുറിച്ചുള്ള ചില വിശദീകരണങ്ങളും അതിന്റെ കൂടെ പറയുന്നുണ്ട്. പറയുന്ന കാര്യം, ഇത്രയും കാലം, അതായത് 2.5 വർഷത്തിലധികമായി ഉക്രൈനും റഷ്യയും തമ്മിൽ സംഘർഷാവസ്ഥ തുടങ്ങിയിട്ട് ഈ യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം നാറ്റോയിൽ അംഗത്വം നൽകുക എന്നുള്ളതാണ്. 32ഓളം രാജ്യങ്ങളാണ് നാറ്റോയിൽ ഉള്ളത്. അതിൽ തങ്ങൾക്ക് അംഗത്വം നൽകണമെന്ന് മുൻപേ ആവശ്യപ്പെട്ടതാണ്. ഇതിന് അംഗത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് റഷ്യയും ഉക്രൈൻ തമ്മിൽ വിഷയങ്ങൾ ഉണ്ടാവുന്നത്. അത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ സോവിയറ്റ് യൂണിയനിൽ നിന്ന് പിളർന്നു പോയിരിക്കുന്ന പ്രദേശം അല്ല രാജ്യം എന്ന നിലക്ക് ഉക്രൈന് നിങ്ങൾ ഇപ്പോൾ അംഗത്വം നൽകരുത് എന്നായിരുന്നു റഷ്യ പറഞ്ഞത്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് നാറ്റോ സഖ്യം ഈ യൂറോപ്യൻ യൂണിയൻ മുന്നോട്ട് പോയതോടുകൂടിയാണ് വിഷയങ്ങൾ ഉണ്ടാവുന്നത്. കയ്യേറ്റവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ഇപ്പോൾ അതിന് പറയുന്ന കാര്യം, റഷ്യ പിടിച്ചെടുത്ത അത്രയും പ്രദേശങ്ങൾ അവർക്ക് ഞങ്ങൾ വിട്ടുകൊടുക്കാം. 1/5 പ്രദേശം ഇപ്പോൾ റഷ്യയുടെ കയ്യിലാണ് എന്ന് പറയുന്നു. എന്നാൽ ബാക്കിയുള്ള പ്രദേശത്തേക്ക് സമാധാനപരമായ രീതിയിൽ ഭരണം നടത്താൻ വേണ്ടി തനിക്ക് സാധിക്കും എന്നാണ് യഥാർത്ഥത്തിൽ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി കണക്ക് കൂട്ടുന്നത്. 2-3 രാഷ്ട്രീയ വിഷയങ്ങൾ ഇതിന്റെ തുടർച്ചയായ രീതിയിൽ അവർ പറയുന്നു. അതിലൊന്ന്, വരാൻ പോകുന്ന ദിവസങ്ങൾ സങ്കീർണമായിരിക്കും, വളരെ കഠിനവുമായിരിക്കും. റഷ്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായിരിക്കുന്ന യുദ്ധമുഖത്താണ് ഇപ്പോൾ അവരുള്ളത്. ഏതെങ്കിലും ഭാഗത്ത് വലിയ രീതിയിലുള്ള ആണവ സ്ഫോടനം പോലെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി റഷ്യ ശ്രമിക്കുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഉക്രൈൻ സാധിക്കുകയില്ല. ഇത്തരം ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് ഒരിക്കലും അമേരിക്ക അടങ്ങുന്ന യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ തങ്ങളെ സഹായിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന്റെ കാര്യം അവർ പറയുന്നത്, 2ാം ലോക യുദ്ധത്തോടനുബന്ധിച്ച് ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക ആണവ സ്ഫോടനം നടത്തിയോടനുബന്ധിച്ച് ജപ്പാന്റെ സഖ്യകക്ഷികൾ ജപ്പാന് വേണ്ടിയിട്ട് അമേരിക്കയുമായിട്ട് യുദ്ധം ചെയ്യാൻ തയ്യാറാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പകരം കീഴടങ്ങുകയായിരുന്നു, അല്ലെങ്കിൽ തോൽവി സമ്മതിക്കുകയായിരുന്നു. ഇതാണ് ഉണ്ടായത്. ജപ്പാനെ സംബന്ധിച്ചിടത്തോളം തോൽവി സമ്മതിച്ചു, ഞങ്ങൾ കീഴടങ്ങി. പിന്നെ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ സങ്കീർണമായ രീതിയിലാണ് പിന്നീട് അത് അവസാനിച്ചത്. ഇതേ ഒരു സാഹചര്യങ്ങൾ ആണവ സ്ഫോടനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും തങ്ങൾക്ക് തന്നെ ജീവഹാനി സംഭവിക്കാനുള്ള സാധ്യത. തങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് സെലൻസ്കി തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിനും സംവിധാനത്തിനും വലിയ രീതിയിൽ ആൾനാശങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ജീവഹാനി സംഭവിക്കും, അല്ലെങ്കിൽ തങ്ങൾ കീഴ്പ്പെട്ടു അല്ലെ പരാജയപ്പെട്ടു എന്ന് സമ്മതിക്കേണ്ടി വരും. ജപ്പാൻ ഉണ്ടായിരിക്കുന്ന അതേ സംഭവങ്ങൾ തന്നെ ഉക്രൈന്റെ ഭാഗങ്ങളിലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത പറയുന്നുണ്ട്. അതാണ് ഒരു ഭാഗം പറയുന്നത്. 2ാമത്തെ ഭാഗം എന്ന് പറയുന്നത്, വരാൻ പോകുന്ന മാസം ജനുവരി 20-ാം തീയതിയോടുകൂടി ട്രംപ് അധികാരത്തിൽ അമേരിക്കയിൽ വരികയാണെങ്കിൽ ഒരിക്കലും തങ്ങൾക്ക് സൈനികപരമായിരിക്കുന്ന അല്ലെങ്കിൽ സാമ്പത്തികപരമായിരിക്കുന്ന സഹായം അമേരിക്കയുടെ ഭാഗത്ത് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. ട്രംപും റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ വലിയ സൗഹൃദ ബന്ധമാണ് എന്നുള്ള കാര്യം അറിയാം. അത് ട്രംപ് തന്നെ ഇലക്ഷൻ പ്രചരണത്തോട് തന്നെ അനുബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യം, ഞാൻ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ 2 യുദ്ധത്തിനും വിരാമം ഉണ്ടാവും, യുദ്ധം തുടരുകയല്ല, യുദ്ധം അവസാനിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യം എന്നുള്ള കാര്യം അദ്ദേഹം പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ബൈഡൻ വല്ലാത്ത രീതിയിലുള്ള സഹായം ഉക്രൈൻ നൽകുന്നുണ്ട്. ഉക്രൈൻ അതിനനുസരിച്ച് വലിയ ആക്രമണങ്ങൾ റഷ്യക്ക് നേരെ നടത്തുന്നുണ്ട്. റഷ്യക്ക് നേരെ ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് ഒരു പ്രചോദനമായിരിക്കുന്ന രീതിയാണ് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതിനൊരു അന്ത്യമുണ്ടാവും. ട്രംപ് അധികാരത്തിൽ വരുന്നതോട് കൂടിയിട്ട് സ്ഥിതിവിശേഷങ്ങൾക്കൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. ട്രംപ് ആയുധം നൽകിയിട്ടില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം ഉക്രൈൻ സാധിക്കാത്ത ഒരു പ്രതിസന്ധി അവിടെ ഉണ്ടാവും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ പറയുന്നത്, 3 രാജ്യങ്ങളെങ്കിലും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. യുദ്ധവിരാമത്തെക്കുറിച്ചും കഴിഞ്ഞിട്ട് സംസാരിക്കാനും വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വിഷയത്തിനൊരു രൂപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ആദ്യം ഇതിന് ശ്രമം നടത്തിയ സൗദി അറേബ്യയാണ്. പിന്നീട് തുർക്കി ശ്രമം നടത്തി. 3ാമത്തെ ഘട്ടത്തിൽ ചൈനയോട് സെലൻസ്കി തന്നെ നേരിട്ട് ആവശ്യപ്പെട്ടു, ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വലിയ ബന്ധമാണ് റഷ്യയുമായിട്ടുള്ളത്, അതുകൊണ്ട് ഇതിൽ ഇടപെടണമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ റഷ്യ ഒരേ സ്റ്റാൻഡിലാണ് നിന്നത്. തങ്ങൾ പിടിച്ചെടുത്ത ഭൂപ്രദേശം തങ്ങളുടെ ഭാഗത്തോടു കൂടി കൂട്ടിച്ചേർത്തു എന്നതിനാൽ തങ്ങൾ അതവർക്ക് വിട്ടുകൊടുക്കില്ല. ഉക്രൈൻ പറഞ്ഞ കാര്യം, റഷ്യ ഇങ്ങോട്ട് ആക്രമിച്ച് കയറിയതാണ്, അതുകൊണ്ട് എന്ത് ചെയ്യണം, അവർ ആ പ്രദേശം വിട്ടുപോകണം. അടിസ്ഥാനപരമായിരിക്കുന്ന കാര്യത്തിൽ അവർ തമ്മിൽ വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസം വന്നതോടുകൂടി പ്രതിസന്ധിയായി നിലനിൽക്കുകയാണ്. ഇതാണ് ഈ സാഹചര്യങ്ങൾ. അപ്പോൾ വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ ഇടപെട്ടുകൊണ്ട് പ്രശ്നപരിഹാരം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നില്ല.
പകരം യുദ്ധം ചെയ്തുകൊണ്ട് ആദ്യം അവസാനം ഉണ്ടാവുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ നാറ്റോ സഖ്യത്തിൽ അതിന് പ്രശ്ന പരിഹാരങ്ങളാണ് ഏറ്റവും നല്ലത്, ഉചിതമായിരിക്കുന്ന കാര്യമെന്ന് പ്രതിരോധ ഡിപ്പാർട്ട്മെന്റ് തന്നെ സെലൻസ്കിയെ ഉപദേശിച്ചിട്ടുണ്ട്. യുദ്ധം ഇങ്ങനെ നീണ്ടുപോവുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കില്ല. കുറെ ആളുകളും സൈനികരും കൊല്ലപ്പെടും, കുറെ വെടിക്കോപ്പുകളും അതുമായി ബന്ധപ്പെട്ട യുദ്ധസാമഗ്രികളും നഷ്ടപ്പെടും എന്നല്ലാതെ ഒരു വിജയം ഉണ്ടാവുക എന്നുള്ളത് അസാധ്യമായിരിക്കുന്ന കാര്യമാണ് എന്നതിനാൽ പുതിയ നിർദ്ദേശ കാര്യങ്ങൾ വെച്ചുകൊണ്ട് തൽക്കാലം ഇതിൽ നിന്ന് തടി ഊരുക എന്നുള്ള ഒരു നിലപാടിലേക്ക് സെലൻസ്കി എത്തിയിരിക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അവർ പറഞ്ഞത് യുദ്ധത്തിന് വിരാമം യാഥാർത്ഥ്യമായിട്ടുണ്ടാവും, അതിൽ നാറ്റോ സഖ്യത്തിൽ അംഗത്വം നൽകണം. അപ്പോൾ ഈ വിഷയം ഇനി റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിലേക്ക് മാറുകയാണ്. നാറ്റോ സഖ്യത്തിലേക്ക് ഉക്രൈന് അംഗത്വം നൽകിയാൽ സ്ഥിതിഗതികൾ എത്രത്തോളം ഗൗരവകരമായിരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ചും അവർ പഠനം നടത്തുന്നു. അവർ പറയുന്ന കാര്യങ്ങൾ ഇതാണ്: നാറ്റോ സഖ്യത്തിൽ അംഗത്വം എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നാറ്റോ സൈനിക സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് റഷ്യ ആക്രമിക്കുമോ എന്നൊരു ഭയം ഒരു പക്ഷേ റഷ്യക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. നാറ്റോ എന്ന് പറയുന്ന സൈനിക സംവിധാനത്തിന്റെ അടിസ്ഥാനപരമായിരിക്കുന്ന രീതി തന്നെ പറയുന്നത് ഈ സഖ്യത്തിൽപ്പെട്ട 32 രാജ്യങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ള. ഈ രാജ്യത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു രാജ്യത്തെ മറ്റേതെങ്കിലും രാജ്യങ്ങൾ ആക്രമിച്ചാൽ സംയുക്തമായ രീതിയിൽ പ്രത്യാക്രമണം നടത്താനുള്ള ഒരു യോജിച്ച ഒരു കൂട്ടായ്മയാണ് ഈ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന സംവിധാനം. അപ്പോൾ അങ്ങനെയാണ് ഈ നാറ്റോ എന്ന് പറയുന്ന സംവിധാനത്തിന്റെ ഭാഗമായിട്ട് അതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്ന കാര്യം, ഇതിൽ അംഗത്വം നൽകുന്നതോടുകൂടി പിന്നെ രീതികൾക്കൊക്കെ വലിയ മാറ്റം വന്നു കഴിഞ്ഞാൽ സംയുക്തമായ രീതിയിൽ ഉക്രൈൻ ആക്രമിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഉക്രൈനിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട ഭൂപ്രദേശം തിരിച്ചു കൊടുക്കാൻ വേണ്ടി റഷ്യയോട് ആവശ്യപ്പെട്ടിട്ട് റഷ്യ സമ്മതിച്ചിട്ടില്ലെങ്കിൽ യുദ്ധത്തിന്റെ രീതിക്ക് വലിയ മാറ്റം വരും. ആ ഒരു ഭയപ്പാട് റഷ്യക്കുണ്ട്. അപ്പോൾ റഷ്യയുടെ നിലപാടിനെ അവഗണിച്ചുകൊണ്ട് അംഗത്വം നൽകാൻ വേണ്ടി അമേരിക്ക തയ്യാറാവാനുള്ള സാധ്യതയും കുറവാണ്. നേരിട്ടുകൊണ്ടുള്ളൊരു അമേരിക്കൻ റഷ്യൻ ആക്രമണമായി അല്ലെങ്കിൽ യുദ്ധമായി ഇത് മാറാതിരിക്കാനുള്ള വലിയ ശ്രമങ്ങൾ ജോ ബൈഡനെതിരെ നടക്കുന്നുണ്ട്. എന്നാൽ സൈനികപരമായ രീതിയിൽ അവർക്ക് വലിയ ശക്തിയില്ല എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാനുള്ള ശ്രമം അതിനിടയിൽ ജോ ബൈഡൻ നടത്തുന്നുണ്ട്. ജോ ബൈഡൻ 2 രീതിയിലാണ് ഈ കാര്യത്തെ ഉപയോഗപ്പെടുത്തുന്നത്. ഒന്ന്, തങ്ങൾ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഇസ്രായേലിന് വിജയം ഉണ്ടാകണം, അതോടൊപ്പം തന്നെ ഉക്രൈന് വിജയം ഉണ്ടാകണം. ഉക്രൈൻ വിജയം എന്ന് പറഞ്ഞാൽ റഷ്യയുടെ ആധിപത്യം തകരണം. ആധിപത്യം തകർന്നുകൊണ്ട് ഞങ്ങളാണ് സർവാധിപത്യമുള്ള രാജ്യം എന്ന് ലോകം അംഗീകരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകണം. ഈ 2.5 വർഷത്തിൽ അധികമായിട്ടും ഈ യുദ്ധത്തിൽ ഇങ്ങനൊരു വിജയം ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല. ശക്തമായിരിക്കുന്ന യുദ്ധങ്ങൾ ഓരോരോ ഘട്ടങ്ങളിലും ഉണ്ടാവുന്നുണ്ട്. വലിയ നാശങ്ങളും നഷ്ടങ്ങളും മരണങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ദുരന്തങ്ങളുടെയും ഒരു പരമ്പര തന്നെ ഉക്രൈനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിപ്പോൾ ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വലിയ രീതിയിലുള്ള പരിഗണനയും റിപ്പോർട്ടർമാരും മീഡിയക്കാരും വലിയ താല്പര്യം കാണിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഉക്രൈന്റെ യുദ്ധത്തിന് വലിയ രീതിയിലുള്ള പ്രാധാന്യ റിപ്പോർട്ടായിട്ട് മീഡിയകളിലൊന്നും കാണാത്തത്. ആദ്യാദ്യ ഘട്ടത്തിലൊക്കെ വലിയ പ്രാധാന്യം അതിനുണ്ടായിരുന്നു. മാത്രമല്ല 2 യുദ്ധങ്ങളും 2 രീതിയിലാണ് യാത്ര ചെയ്യുന്നത് എന്നുള്ളൊരു പ്രത്യേകമുണ്ട്. സൈനികർ ഫലസ്തീനിലാണെങ്കിൽ ഇസ്രായേലിൽ ഫലസ്തീനിലെ ജനങ്ങൾ ആക്രമിക്കുന്നു, റഷ്യയും ഉക്രൈനും ആണെങ്കിൽ പരസ്പരം സൈനികർ തമ്മിൽ പോരടിക്കുന്നു. തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ യുദ്ധത്തിന്റെ രീതികളും പാറ്റേണും വലിയ മാറ്റങ്ങളുണ്ട് എന്നതിനാൽ തന്നെയാണ് ഇതിന് മാറ്റങ്ങൾ ഉണ്ടാവുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഏതായിരുന്നാലും ഇതിൽ നാറ്റോ സഖ്യത്തിൽ അംഗത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിന് ഏറെക്കുറെ ഒരു പൂർണ്ണത ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുകയാണെങ്കിൽ താൽക്കാലികമായിട്ടെങ്കിലും യുദ്ധം അവസാനിക്കാനുള്ള സാധ്യതയുണ്ട്. കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ഈ സെലൻസ്കിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള യുദ്ധമാണ് നടക്കുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. സെലൻസ്കിയാണ് ലക്ഷ്യം എന്ന് വെച്ചാൽ സെലൻസ്കിയെ വധിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് റഷ്യ ഇപ്പോൾ ഗൗരവത്തോടു കൂടി ആലോചിക്കുന്നത്. അങ്ങനെ അത് ആലോചിക്കുന്നു എന്നുള്ള കാര്യം സെലൻസ്കിക്ക് അറിയാവുകയും ചെയ്യാം. വലിയ സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയൊരു പരാജയത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തും. തനിക്ക് നിലനിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം വരും. അതുകൊണ്ട് ഉള്ള പ്രദേശം ഭരിച്ചുകൊണ്ട് സമാധാനത്തോടു കൂടി ജീവിക്കുക എന്നുള്ളതായിരിക്കും ലക്ഷ്യം എന്ന തരത്തിലേക്ക് യഥാർത്ഥത്തിൽ ഈ വിഷയം എത്തിയിരിക്കുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.